ഹലോ ഗൈസ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ. അതും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോന്നോരായിട്ട് നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെളുത്തുള്ളി വെള്ളത്തിൽ കുതിർത്തിടുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ തൊലി പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി നന്നാക്കി കിട്ടി. ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അതിപ്പോൾ ഏത് പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ മുളകാണ്. ഇതിനെ പഞ്ചാര മുളക് അങ്ങനെയൊക്കെ വിളിക്കലുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചി കുരുകുരുന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമ്മളൊരു ചട്ടി വയ്ക്കാം. ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി പറ്റൂല കേട്ടോ. കാരണം ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ അച്ചാറുണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല. അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആയിരിക്കും നല്ലത്. ഇരുമ്പിൻ്റെ അലൂമിനിയത്തിനൊന്നും പറ്റില്ല. നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി എടുക്കുക. അതിനകത്ത് കടുകിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മൾ കുരുകുരുന്ന് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയില്ലേ, ആ ഇഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതൊന്ന് ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഒരുപാട് അങ്ങോട്ട് മൂത്ത് വരണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതനുസരിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ പച്ചമുളകില്ല, നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് എല്ലാ ഭാഗത്തോട്ടും മസാലയും എണ്ണയും ഒക്കെ നമ്മൾ ആ വെളുത്തുള്ളിയിൽ പിടിക്കുന്നത് പോലെ നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ആവശ്യമുള്ളത്. ആ മുളക് പൊടിക്കൊപ്പം നമുക്ക് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി ആഡ് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ഷുഗറോ അല്ലെങ്കിൽ ഇച്ചിരി നമ്മുടെ ശർക്കര പാനിയോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഇട്ടോന്ന് വിചാരിച്ച് നമ്മുടെ ടേസ്റ്റിന് യാതൊരു വിധ കുറവുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒരുപാട് വെള്ളത്തിലൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടത് കൊണ്ട് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടതാണ് വിനാഗിരി. അപ്പോൾ നമ്മൾ ഇവിടെ ചൊറുക്കാന്നൊക്കെ പറയും, പല നാട്ടിൽ പല പേരായിരിക്കും പറയണത്. അപ്പോൾ നമ്മൾ ആ വിനാഗിരി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്താൽ, അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ മുക്കാലും ഭാഗം വിനാഗിരി എടുത്തിട്ടുണ്ടായി. അപ്പം ഞാനത് ആഡ് ചെയ്ത് കൊടുത്തു. വിനാഗിരി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടൈം നമ്മൾ അടുപ്പത്ത് വെക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസ് മേലെ വെച്ചേക്കുന്നത്, ഞാൻ അടുപ്പത്താണ് വിറകടുപ്പത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉലുവപ്പൊടിയും കായപ്പൊടി ഇടാവുന്നതാണ്. ഉലുവപ്പൊടിയും കായപ്പൊടി ഇടുന്നതിലൂടെ നമ്മുടെ അച്ചാറിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് ഇത് സ്റ്റോറേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ടിന്നിനകത്തേക്ക് പകർത്താൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ഉണങ്ങിയ ടിന്നായിരിക്കണം. പിന്നെ നമ്മൾ പകർത്താൻ ഉപയോഗിക്കുന്ന ടീസ്പൂണും വെള്ളത്തിൻ്റെ അംശം പാടില്ല, നന്നായി ഉണങ്ങിയതായിരിക്കണം. അച്ചാർ 2 ദിവസം ഹോം ടെമ്പറേച്ചറിലും പിന്നെ നമുക്ക് ഫ്രിഡ്ജിലും വെച്ച് ഉപയോഗിക്കാവുന്നതാണ്.